നമസ്കാരം, ഐക്യു മീഡിയ മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ മൂസ മുഹമ്മദ് ഇക്ബാൽ. 2019 എന്ന വർഷം ആരംഭിച്ചിരിക്കുകയാണ്. ഇതുവരെ മലയാളത്തിൽ നിന്നും കാര്യമായിട്ടുള്ള ഒരു റിലീസും 2019 വന്നിട്ടില്ല. ഇനി ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്യാൻ പോകുന്നു. ഇതിൽ നിന്നും നമുക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന 5 സിനിമകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ്. നിങ്ങൾക്ക് ഇതിൽ നിന്നും വേറിട്ട അഭിപ്രായങ്ങൾ ഉണ്ടാവും. അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന സിനിമകളെ കുറിച്ച് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ഇനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുക. 2019 എന്ന വർഷത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമകളിലൊന്ന് ലൂസിഫർ എന്ന് പറയുന്ന സിനിമയായിരിക്കും. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് നമ്മുടെ ലാലേട്ടൻ നായകനാവുന്ന സിനിമയാണ്. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഒരു നടൻ സംവിധായകനാവുന്നു എന്നതിലുപരി പൃഥ്വിരാജ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം സിനിമയുടെ ടെക്നിക്കൽ വശങ്ങളിൽ കൂടുതൽ അറിവുള്ള ഒരു നടൻ കൂടിയാണ്. അദ്ദേഹം സിനിമയുടെ സംവിധാന രംഗത്തെ കടന്നു വരുന്നതിന് മുന്നേ തന്നെ സിനിമയെക്കുറിച്ച് കൂടുതൽ പഠിച്ചിരുന്നു. അദ്ദേഹത്തിന് സിനിമയുടെ ടെക്നിക്കൽ വശങ്ങൾ നന്നായിട്ട് അറിയുന്ന ഒരു നല്ല സിനിമ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം സംവിധായകനാവുന്ന സമയത്ത് നമ്മൾക്ക് ആ സിനിമയെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷയുണ്ട്. പിന്നെ ഈ സിനിമയുടെ ഒരു താരനിരയാണ്. മോഹൻലാൽ നായകനാവുന്നു. നമുക്കറിയാം ലാലേട്ടനും പൃഥ്വിരാജിനും ഒരുമിക്കുന്ന ഒരു കോമ്പിനേഷൻ, നമ്മൾ സംവിധായകനായിട്ടും ലാലേട്ടൻ നടനുമായിട്ടും ആണെങ്കിലും അവരുടെ ഒരു കോമ്പിനേഷൻ ആദ്യത്തെ സംരംഭത്തിൽ, അദ്ദേഹത്തിന്റെ സംവിധാന സംരംഭത്തിൽ അദ്ദേഹം ലാലേട്ടനെ തെരഞ്ഞെടുക്കുന്നു. ലാലേട്ടൻ അതിനുവേണ്ടി ഡേറ്റ് കൊടുക്കുന്നു. പിന്നീട് ഈ സിനിമയ്ക്കകത്ത് ടൊവിനോ എന്ന് പറഞ്ഞ നമ്മുടെ ഇപ്പോൾ യൂത്തന്മാരിലെ ഏറ്റവും കൂടുതൽ വളരെ പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നായകൻ, അദ്ദേഹം ഈ സിനിമയ്ക്കകത്ത് വരുന്നു. ടൊവിനോ തോമസ് ഉണ്ട്. പിന്നീട് ഈ സിനിമയുടെ വില്ലനായിട്ട് വരുന്നത് വിവേക് ഒബ്രോയാണ്. പിന്നീട് നോക്കുകയാണെങ്കിൽ ഇന്ദ്രജിത്ത് ഈ സിനിമയ്ക്കകത്ത് അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു നല്ല താരനിര ഈ സിനിമയ്ക്കകത്തുണ്ട്. കലാഭവൻ ഷാജോണും അതുപോലെ തന്നെ സാനിയ അയ്യപ്പൻ തുടങ്ങിയിട്ടുള്ള താരങ്ങളൊക്കെ ഈ സിനിമയ്ക്കകത്ത് അഭിനയിക്കുന്നുണ്ട്. പിന്നീട് മുരളി ഗോപിയും ഈ സിനിമയ്ക്കകത്തുണ്ട്. ഇതിന്റെ സ്ക്രിപ്റ്റ് മുരളി ഗോപിയുടേതാണ്. അങ്ങനെ നോക്കുമ്പോൾ നല്ല ഡെപ്ത് ഉള്ള സ്ക്രിപ്റ്റുകൾ അദ്ദേഹം ചെയ്യാൻ പ്രാപ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്ന സിനിമകളിലൊന്ന് ലൂസിഫർ തന്നെയായിരിക്കും. പിന്നീട് നോക്കുകയാണെങ്കിൽ രണ്ടാം സ്ഥാനത്തേക്ക് ഞാൻ പരിഗണിക്കുന്നത്, അല്ലെങ്കിൽ രണ്ടാമതായിട്ട് ഞാൻ പരിഗണിക്കുന്നത് മിഖായൽ എന്ന് പറഞ്ഞ സിനിമയാണ്. മിഖായൽ എന്ന് പറഞ്ഞ സിനിമ അനീഫ് അദേനി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയാണ്. അനീഫ് അദേനിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള ആദ്യത്തെ സിനിമയായിട്ടുള്ള ഗ്രേറ്റ് ഫാദർ വലിയൊരു വിജയമായി മാറുകയും ഇൻഡസ്ട്രിയിലെ ഒരു വലിയ ഹിറ്റായിട്ട് മാറുകയും ചെയ്തിരുന്നു. അതിനുശേഷം അദ്ദേഹം സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള അബ്രഹാമിന്റെ സന്തതികളായാലും വലിയൊരു ഹിറ്റായി മാറിയിട്ടുള്ള സിനിമയാണ്. അതിനുശേഷം അദ്ദേഹം സംവിധാനം ചെയ്യുന്ന സിനിമയാണ് മിഖായൽ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയ്ക്കകത്ത് നിവിൻ പോളിയും അതുപോലെ തന്നെ ഉണ്ണി മുകുന്ദനും നായകന്മാരായിട്ട് എത്തുന്നു. ഇവരുടെ ഒരു കോമ്പിനേഷൻ നമ്മൾ ഒരിക്കലും അവർ അങ്ങനെ ഒരു കോമ്പിനേഷൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു കോമ്പിനേഷൻ കിട്ടാൻ പോകുന്നു. ഈ വർഷം പ്രതീക്ഷ നൽകുന്ന വലിയൊരു സിനിമ മാമാങ്കം എന്ന് പറഞ്ഞ സിനിമയാണ്. സജീവ് പിള്ളയാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. സിനിമയുടെ കുറച്ച് ഷെഡ്യൂളുകളൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയും ഷെഡ്യൂളുകൾ ബാക്കിയുണ്ട്. വലിയൊരു കാലഘട്ടം പുറകോട്ട് പോയി 300 വർഷങ്ങൾക്ക് മുൻപുള്ള അങ്കത്തട്ടിലെ അല്ലെങ്കിൽ മാമാങ്കത്തിന്റെ ഒരു കളരിപ്പയറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അങ്കത്തിന്റെ ഒരു കഥ പറയുന്ന ഒരു സിനിമയാണ് മാമാങ്കം എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ മമ്മൂക്ക ഇത്തരം ചരിത്രപരമായിട്ടുള്ള സിനിമകൾ ചെയ്യാൻ വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു നടനാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമയും വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു സിനിമയാണ്. പിന്നീട് നോക്കുകയാണെങ്കിൽ കുഞ്ഞാലി മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രിയദർശൻ സംവിധാനം ചെയ്യുന്നു. നമ്മുടെ ലാലേട്ടൻ നായകനാവുന്നു. പ്രിയദർശനും ലാലേട്ടനും ഒരുമിച്ച് വന്നപ്പോഴൊക്കെ നല്ലൊരു കോമ്പിനേഷൻ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇവരുടെ അധികവും ഹാസ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള സിനിമയായിരുന്നു. പക്ഷെ നമ്മൾ ഓർക്കേണ്ടത് ഇവർ തന്നെ ചെയ്തിട്ടുള്ള സിനിമയാണ് കാലാപാനി എന്നുള്ള സിനിമ. നമ്മൾ ഏത് കാലത്തെടുത്ത് നോക്കിക്കഴിഞ്ഞാലും മലയാള സിനിമകളുടെ ഒരു ക്ലാസിക് ലെവലിലേക്ക് വരാൻ സാധിച്ചിട്ടുള്ള സിനിമകളിലൊന്നായിരുന്നു കലാപാനി എന്ന് പറഞ്ഞ സിനിമ. അത്തരത്തിലൊരു കൂട്ടുകെട്ടിൽ നിന്നും മറ്റൊരു സിനിമ കൂടെ ഇത്തരത്തിൽ ചരിത്രപരമായിട്ട് പ്രാധാന്യമുള്ള ഒരു സിനിമ വരുന്നു. അപ്പം ഈ സിനിമയ്ക്കും വളരെയധികം പ്രാധാന്യമുണ്ട്. പിന്നീട് ഈ സിനിമയ്ക്കകത്ത് ലാലേട്ടൻ്റെ കൂടെ പ്രണവ് മോഹൻലാലും ഒരുമിക്കുന്നു. ഈ ഒരു കോമ്പിനേഷനും നമുക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു യമണ്ടൻ പ്രണയകഥ എന്നുള്ള സിനിമയായിരിക്കും. നിങ്ങൾക്ക് തോന്നിയേക്കാം എന്തുകൊണ്ട് ഈ സിനിമ ഈ ഒരു ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നു. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത് ദുൽഖർ സൽമാൻ ഒരു വർഷത്തോളമായി മലയാള സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം മറ്റു ഭാഷകളിലെ സിനിമകൾ കൂടുതലായിട്ട് ചെയ്യുന്നു. ഇതിനകത്ത് ബിബിനും അതുപോലെ തന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണനുമാണ് ഈ സിനിമയ്ക്ക് വേണ്ടി തിരക്കഥ ഒരുക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു വിഷയം. ഇവരുടെ ഒരു കോമ്പിനേഷനിൽ വന്നുള്ള സിനിമകളെ കുറിച്ച് നമുക്കറിയാം. അമർ അക്ബർ അന്തോണി ആയാലും അതുപോലെ തന്നെ കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ ആയാലും ഈ 2 സിനിമകളും വലിയ വിജയങ്ങൾ നൽകിയിട്ടുള്ള സിനിമയാണ്. ഇത്തവണ സംവിധായകനെ അവർ മാറ്റുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇവരുടെ ഒരു തിരക്കഥ തന്നെയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു ഘടകം. പിന്നീട് നമ്മുടെ DQ ഈ സിനിമയ്ക്കകത്ത് വരുന്നത് ഒരു നാട്ടിൻ
ഗ്രാമപ്രദേശത്തെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ്. അദ്ദേഹത്തെ അത്തരം കഥാപാത്രങ്ങളിൽ നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നു. കാരണം അദ്ദേഹത്തിന് ഒരു നാട്ടിൻപുറത്തെ കഥാപാത്രമായിട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ നമ്മളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നീട് കോമഡിക്ക് പ്രാധാന്യം ഉള്ള ഒരു സിനിമയാണ്. അപ്പം നമുക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്ന കുറേ അധികം ഘടകങ്ങൾ ഈ സിനിമയ്ക്കകത്തുണ്ട്. ഈ വർഷം ഞാൻ പ്രതീക്ഷിക്കുന്ന 5 സിനിമകൾ, അല്ലെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന 5 സിനിമകൾ ഈ സിനിമകളാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് വേറിട്ട അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ഇനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കാം. ഓക്കെ, ബൈ.